നമ്മൾ നേന്ത്രപ്പഴം കൊണ്ടുവരുന്ന സമയത്തെ നന്നായിട്ട് പഴുത്തു പോയത് നമ്മൾ എന്താ ചെയ്യുക? അതങ്ങ് കളയൂലേ? പക്ഷെ ഇന്ന് ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കോളൂ കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണിനോളം പഞ്ചസാര നമ്മൾ ആദ്യം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഈ മെൽറ്റ് ചെയ്ത ഈ ഒരു കൂട്ടുണ്ടല്ലോ, അത് നിങ്ങൾ ഏത് പാത്രത്തിലാണോ സ്റ്റീം ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ പാത്രത്തിലാക്കിയതിനു ശേഷം പാത്രത്തിന്റെ എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക കേട്ടോ. മിക്സിയിലേക്ക് 1 കപ്പ് പാലും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇതിലേക്ക് നേന്ത്രപ്പഴം അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. ഞാൻ 2 എടുത്തേക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാൻ ബദാമിന്റെ എസെൻസും വാനില എസെൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാമിന്റെ എസെൻസ് ചേർക്കുന്നത് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 മുട്ടയും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇത് നമ്മൾ അരിച്ചിട്ട് വേണം നമ്മുടെ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. ഒരു 40 മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കേണ്ടി വരും. സ്റ്റീം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അതിൽ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മുടെ നേന്ത്രപ്പഴം വെച്ചിട്ട് നമുക്ക് ഇതുപോലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇനി കറുത്ത് പോയ നേന്ത്രപ്പഴമൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടില്, അങ്ങനെ ഉണ്ടാവുമ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയോളൂ, ഇഷ്ടപ്പെടും. വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.